വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം കുരങ്ങുബൊമ്മയ്ക്ക് ശേഷം നിധിലൻ സ്വാമിനാഥൻ എഴുതി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം മഹാരാജ എന്ന് പറയുന്ന തമിഴ് സിനിമ കണ്ടു. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ടാക്സ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുരങ്ങുബൊമ്മ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നത് 2017 അതിനുശേഷം രണ്ടാമത്തെ സിനിമയായിട്ടുള്ള മഹാരാജ പുറത്തിറങ്ങുന്നത് 2024. ഈ 7 വർഷത്തെ ഗ്യാപ്പ് എന്തിനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു തിരക്കഥയാണ് നിധിലൻ സ്വാമിനാഥൻ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. ആ ഒരു എഴുത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഭൂരിഭാഗം സമയവും ചെലവഴിച്ചിട്ടുണ്ടാവുക. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഹാരാജ ഒരു ബാർബറാണ്. അദ്ദേഹം ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. തൻ്റെ വീട്ടിൽ നിന്നും ലക്ഷ്മി കളവ് പോയിരിക്കുന്നു എന്ന്. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഡസ്റ്റ്ബിന്നാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ കഥ നീങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ കൂടുതലായിട്ടൊന്നും ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു സംഭവങ്ങളിലൂടെയൊക്കെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ഒരു സർക്കാസ്റ്റിക് മോഡിലാണ് ഈ സിനിമ നീങ്ങുന്നത്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ നീങ്ങുന്ന ഒരു സിനിമ അതിൻ്റെ ഒരു ഇൻ്റർവൽ പോർഷനൊക്കെ എത്തുമ്പോഴേക്കും വേറൊരു ട്രാക്കിലേക്ക് മാറും. അത് നമുക്ക് അത്ര സർപ്രൈസിംഗ് ആയിട്ടൊന്നും തോന്നില്ലെങ്കിൽ കൂടി വളരെ ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ. ഒരു നല്ല സംവിധായകൻ്റെ കൈയടക്കം നമുക്കവിടെ കാണാൻ പറ്റും. ഇൻ്റർവൽ പോർഷൻസിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിരുന്നു. സിനിമയിൽ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. രണ്ടാം പകുതിയാണ് എന്നെ ശരിക്കും അതിശയപ്പെടുത്തി കളഞ്ഞത്. ഒരുപാട് സർപ്രൈസുകളൊക്കെ രണ്ടാം പകുതിയിൽ കടന്നു വരുന്നുണ്ട്. അതിൽ ഒരു പോർഷൻ ഒരു ചെറിയ ഭാഗമാണ്, പക്ഷേ നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന സംഗതിയൊന്നും അല്ല എന്നുള്ളത് ഒരു രീതിയിലേക്ക് മാറുന്ന തരത്തിലുള്ളൊരു ഭാഗം കടന്നു വരുന്നുണ്ട്. ശരിക്കും നമ്മളെ ചെറുതായിട്ടൊക്കെ നമ്മളെ കിളി പറത്തുന്നൊരു ഭാഗമാണത്. അതാണ് എനിക്ക് പേഴ്സണലി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരുപാട് സർപ്രൈസുകൾ ഈ സിനിമയിലുണ്ട്. ചിലതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ കൂടി അത് വേറൊരു തരത്തിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എവിടെ തുടങ്ങി എവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു എഴുത്തിൻ്റെ ഒരു ഭംഗി. ഒരൊറ്റ സീൻ പോലും നമുക്ക് അനാവശ്യമായിട്ട് തോന്നില്ല. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മഹാരാജ അത്ര വലിയൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ആ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിനാണ് നമ്മൾ 100 മാർക്ക് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരക്കഥയും സംവിധാനവും തന്നെയാണ് മഹാരാജാക്കന്മാരെങ്കിലും ഈ സിനിമയിൽ നല്ല പെർഫോമൻസുകളുണ്ട്. പ്രത്യേകിച്ചും വിജയ് സേതുപതി മഹാരാജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വളരെ ഗംഭീരമായിട്ട് വളരെ സബ്റ്റിലായിട്ടുള്ള പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റേത്. അത് അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി അഭിരാമി, അനുരാഗ് കശ്യപ്, മുനീഷ് കാന്ത്, അരുൾ ദോസ് തുടങ്ങി ഈ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ അവരുടെ ക്യാരക്ടറുകൾ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മമത മോഹൻദാസിൻ്റെ ക്യാരക്ടർ മാത്രം എനിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയില്ല. അതിന് കാരണം അത് മമത അവതരിപ്പിച്ചുകൊണ്ടാണ്. അവർ നല്ലൊരു പെർഫോമറാണ്. അവർക്ക് പറ്റിയിട്ടുള്ളൊരു വേഷം ആയിരുന്നില്ല അതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ വിജയ് സേതുപതിക്ക് തൻ്റെ കരിയറിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു സിനിമ. ഇത്തരം സിനിമകളൊക്കെ ശരിക്കും തമിഴിൽ നിന്നേ വരൂ. കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നാക്കുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഹൈലി റെക്കമെൻഡഡ്.